എറണാകുളം അങ്കമാലി അതിരൂപത കുര്യയ്ക്ക് പുതിയ നേതൃത്വം. പുതിയ പ്രോട്ടോ സിഞ്ചലൂസായി ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ടും സിഞ്ചലൂസായി ഫാദർ പോൾ മാടനും ജൂൺ 28-ന് ചുമതലയേൽക്കും. 29-ന് സമവായ പ്രഖ്യാപന സർക്കുലർ പുതിയ കൂര്യ പുറത്തിറക്കും. ഇതിനിടെ വിവിധ ഇടവകകളിൽ ഇരുപക്ഷവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ തുടരുകയാണ്. സീറോ മലബാർ സഭയെ പിടിച്ചുലച്ച മാർപ്പാപ്പയ്ക്ക് പോലും പരിഹരിക്കാൻ കഴിയാതിരുന്ന തർക്കം പരിഹരിക്കാനുള്ള നടപടികൾ സഭാ നേതൃത്വം തുടങ്ങി. വിമത വിഭാഗത്തിന്റെ മുഖ്യ ആവശ്യമായിരുന്ന നിലവിലെ കൂരിയെ പിരിച്ചുവിടുക എന്നത് നടപ്പാക്കുകയാണ് സഭാ നേതൃത്വം. മുഖ്യ വികാരി ജനറലായി വിമത വിഭാഗത്തോട് ചേർന്ന് നിൽക്കുന്ന ഫാദർ ഡോക്ടർ ജിമ്മി പൂച്ചക്കാട്ടിനെയും മറ്റൊരു വികാരി ജനറലായി സിനഡ് അനുകൂലിയായ ഫാദർ പോൾ മാടനെയും നിയമിച്ചു. ഇവർ ഈ മാസം 28-ന് ചുമതലയേൽക്കും. സമവായ പ്രഖ്യാപന സർക്കുലർ ഈ മാസം 29-ന് പള്ളികളിൽ വായിക്കും. പുതിയ കൂരിയായാണ് സമവായ സർക്കുലർ വിതരണം ചെയ്യുക. കൂരിയയിലെ മറ്റംഗങ്ങളായ ചാൻസലർ, വൈസ് ചാൻസലർ, പ്രോക്യൂറേറ്റർ, ജുഡീഷ്യൽ വികാർ എന്നിവർ ഉടൻ ചുമതലയേൽക്കും. നിലവിലെ കൂരിയാംഗങ്ങൾ 29-ന് അതിരൂപതയിലെ വിവിധ സ്ഥാപനങ്ങളിൽ ചുമതലയേൽക്കും. ഇതിനിടെ പുറത്തുവരുന്ന സർക്കുലറിന്റെ ഉള്ളടക്കമെന്തെന്ന് ഉറ്റുനോക്കുകയാണ് ഇരുപക്ഷവും. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമാണ് സർക്കുലറെങ്കിൽ അതിനെതിരെ വത്തിക്കാനെ നേരിട്ട് സമീപിക്കാനാണ് സിനഡ് അനുകൂലികളുടെ തീരുമാനം. വൈദിക യോഗം അംഗീകരിച്ച തീരുമാനങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ സമവായം അംഗീകരിക്കില്ലെന്ന മറുഭാഗവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇതിനിടെ സിനഡ് കുർബാന മാത്രം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പള്ളികളിൽ ജനാഭിമുഖ കുർബാന ആവശ്യപ്പെട്ട വിശ്വാസികൾ രംഗത്തെത്തി. ഉദയംപേരൂർ സിനഡ് ചർച്ചിൽ ഈ ആവശ്യം ഉന്നയിച്ച വിശ്വാസികൾ വികാരിയെ തടഞ്ഞുവെച്ചു. അതേസമയം തങ്ങളുടെ പള്ളികളിൽ ഒരു കാരണവശാലും ജനാഭിമുഖ കുർബാന നടത്തില്ലെന്നും സമവായം അംഗീകരിക്കില്ലെന്നും സിനഡ് അനുകൂലികളും പ്രഖ്യാപിച്ചു. തിരുവാങ്കുളം ഇടവക ഇത് സംബന്ധിച്ച പ്രമേയം മേജർ ആർച്ച് ബിഷപ്പിനും സഭാ സിനഡിനും അയച്ചു. ഏതായാലും ഈ വരുന്ന ഞായറാഴ്ച സീറോ മലബാർ സഭയ്ക്ക് നിർണായകമായി മാറുകയാണ്. ന്യൂസ് മലയാളം, കൊച്ചി.